നമസ്കാരം. ഓർമ്മയുണ്ടോ ഈ സംഭവം? 2019 പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പത്തനംതിട്ട തിരുവല്ലയിൽ 19കാരിയെ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി കൊന്ന കേസ് കേരളത്തിലെ മനുഷ്യ മനസാക്ഷി തന്നെ ഞെട്ടിച്ചതായിരുന്നു. ആ കേസിലെ പ്രതിയാണ് ഇപ്പോൾ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയത്. പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതിയുടേതാണ് കണ്ടെത്തൽ. തിരുവല്ല ചുമത്ര സ്വദേശിനി കവിതയായിരുന്നു കൊല്ലപ്പെട്ടത്. പ്രതി കുമ്പനാട് സ്വദേശി അജിൻ റജി മാത്യുവിനെ സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ശിക്ഷാവിധി വ്യാഴാഴ്ച പ്രസ്താവിക്കും. പ്രതിക്ക് പരമാവധി ശിക്ഷ കിട്ടണമെന്ന് കവിതയുടെ മാതാപിതാക്കൾ പറഞ്ഞു. കോടതിയിൽ എല്ലാ തെളിവുകളും ഹാജരാക്കിയതായി പബ്ലിക് പ്രോസിക്യൂട്ടർ ഹരിശങ്കർ പറഞ്ഞു. 2019 തിരുവല്ല ടൗണിലാണ് സംഭവം നടക്കുന്നത്. ചുമത്ര സ്വദേശിനി കവിതയും പ്രതിയും +1, +2 ക്ലാസ്സിൽ ഒന്നിച്ചു പഠിച്ചിരുന്നവരാണ്. വിദ്യാഭ്യാസത്തിന് ശേഷം തിരുവല്ലയിൽ MLT കോഴ്സിന് ചേർന്ന കവിത പതിവ് പോലെ സ്ഥലത്തെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് എത്തിയതായിരുന്നു. ഈ സമയം അജിൻ റിജിൻ മാത്യു കയ്യിൽ കത്തിയും 3 കുപ്പി പെട്രോളുമായി കവിതയുടെ അടുത്തെത്തി. തുടർന്ന് കത്തി കൊണ്ട് കുത്തുകയും പിന്നാലെ 1 കുപ്പി പെട്രോൾ കവിതയുടെ ദേഹത്തേക്ക് ഒഴിക്കുകയുമായിരുന്നു. നാട്ടുകാർ ഓടിക്കൂടി തീയണയ്ക്കുകയും കവിതയെ തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇതിനിടെ പ്രതി അജിൻ റജിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. കവിതയ്ക്ക് 60%-ലേറെ പൊള്ളലേറ്റിരുന്നു. ചികിത്സയിൽ ഇരിക്കവെയാണ് മരണം സംഭവിച്ചത്. കവിതയുടെ മരണമൊഴി കേസിൽ നിർണായകമായിരുന്നു. അനുകൂലമായ വിധി വരുമെന്ന പ്രതീക്ഷയിലാണ് കവിതയുടെ മാതാപിതാക്കളും ബന്ധുക്കളും. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക. ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. എന്നാലും അതെവിടെ പോയി? അതെ, നിങ്ങൾ ഇങ്ങനെ കണ്ടായിരുന്നോ? ഞാനെങ്ങും കണ്ടില്ല. ആകെ കയ്യിലുണ്ടായിരുന്ന ഒരെണ്ണം. പെങ്കുചെറണ വളർന്നു വരുന്നത്. അതെങ്ങനെയാ? അതിനെ പറ്റിയുള്ള ബോധമൊന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ. അതൊക്കെ പഴയതല്ലേ. പിന്നെ പുതിയത് കുറെ അങ്ങ് വാങ്ങി കൂട്ടുമല്ലേ. പുതുമയുടെ സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ